നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയും ചിലപ്പോൾ ഞാനായിരിക്കും. ഇടയ്ക്ക് 2-3 പ്രാവശ്യം മാത്രമേ എനിക്ക് വരാൻ പറ്റാതിരുന്നിട്ടുള്ളൂ. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, മണിയെക്കാട്ടിലും വലിയ നടന്മാർ നമ്മളെ വേർപെട്ടിട്ട് പോയിട്ടുണ്ട്, സീനിയറായിട്ടുള്ളവർ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മണിയെ ഇപ്പോഴും ആരാധിക്കുന്നത്? മണിയുടെ ഒരു അനുസ്മരണ സമ്മേളനങ്ങൾ ഇവിടെ മാത്രമല്ല, ഈ മാർച്ച് മാസത്തിലെ അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ഉൾപ്പെടെ അവിടുത്തെ ഡ്രൈവർമാർ മാർച്ച് മാസത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നോട് പലരും പിണങ്ങിപ്പോകുകയാണ്. അനുസ്മരണ സമ്മേളനങ്ങൾക്ക് ഇങ്ങനെ മണിയുടെ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും അദ്ദേഹത്തിന് നായക സ്ഥാനത്തിലൊക്കെ കൊണ്ടുവന്നുകൊണ്ടുമായിരിക്കാം. പിന്നെ വേറെ വലിയ കാര്യമുണ്ട്, ആകെ ഒരു നടന് മരണശേഷം അയാളുടെ പേരിൽ അയാളുടെ ജീവചരിത്രത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചില ഏടുകൾ എടുത്തുകൊണ്ട് സിനിമ ചെയ്തത് ഞാനാണ്, ചാലക്കുടിക്കാരൻ ചക്കാരി. അതൊരു പുതിയ പയ്യനാണ് ക്യാരക്ടർ അഭിനയിച്ചത്. അയാളുടെ മലയാള സിനിമയിൽ നടനാണ് ശിന്തിൽ. അതിനകത്ത് KS പ്രസാദ് പണ്ട് കലാഭവമണിയെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയിലും പ്രസാദ് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ